പത്തനംതിട്ട ജില്ലയിലൂടെ ഇങ്ങനെ നടന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയുണ്ട് റോഡെല്ലാം കാര്യങ്ങളെല്ലാം. ഒപ്പം നല്ല മഴക്കാരുണ്ട്. കൊള്ളാം, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇടുക്കി പത്തനംതിട്ട ഒക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ. അടിപൊളിയല്ലേ? കാരണം മൊത്തം പച്ചപ്പും വലിയ തിരക്കില്ല. സീസൺ ആകുമ്പോൾ തിരക്കാട്ടോ, സെലിബ്രേഷൻ സീസൺ ആകുമ്പോൾ നല്ല തിരക്കാണ്. ആ സമയത്തൊക്കെ ഇങ്ങനെ ചെറിയ മഴക്കാലത്തൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ എന്തോ കളറല്ലേ, എവിടെ നോക്കിയാലും പച്ചപ്പ്. അങ്ങനെ കൃഷി ചെറിയ തോതിലുള്ള കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, കണ്ടിരിക്കാൻ അടിപൊളിയാണോ. ഇവിടെ എല്ലാം റബ്ബറെല്ലാം വെട്ടിയിട്ട് ഫുള്ള് കൈത വെക്കും കേട്ടോ. ആനയൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ, ആനയൊക്കെ വർദ്ധിച്ചിരുന്ന ആന, കുതിര, കുളം വെറൈറ്റിയാ. ഇപ്പം മൊത്തം മറ്റേ റംബൂട്ടാൻ സീസണുണ്ടല്ലോ, എല്ലായിടത്തും തന്നെ വെച്ചിട്ടുണ്ട് റംബൂട്ടാൻ. പുളിയ വൈബാണ് റംബൂട്ടാൻ. ഒരു മഴയും കൂടെ പേരാണെങ്കിൽ സെറ്റായിരുന്നു. മന്ദിരംപടി എന്ന് പറയുന്ന സ്ഥലമാണ് എനിക്കുന്നത്. ചെറിയ ടൗൺ കേട്ടോ. ബസ് കണ്ണുള്ളത് നാടനും സമയമില്ലല്ലേ, അത് കയറി കഴിഞ്ഞിട്ട് പോകാൻ. നല്ല മഴയത്ത് ലാപ്പി കയറി നല്ല തണുത്ത കള്ളും എന്തേലും മീൻ കറിയോ ബീഫോ പോർക്കോ എന്താണെങ്കിലും കുഴപ്പമില്ല. പൈസവും ഉണ്ടല്ലോ. പച്ചപ്പ് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ലാത്ത പച്ചപ്പ്. മാരകം മാരകം. അതുപോലെ പത്തനംതിട്ട എപ്പോഴും മഴക്കാലത്ത് ഭയങ്കര അടിപൊളിയാട്ടോ പത്തനംതിട്ട. നമ്മളിപ്പോൾ അടുത്തൊരു ചെറിയ ടൗണിലോട്ട് വന്നിരിക്കുന്നുണ്ട്. ബൈക്കോ ഇവിടെയുണ്ട് ബൈക്കോ. അതുപോലെ മഴയ്ക്ക് ചാൻസ് ഉണ്ട്, ചെറുതായിട്ട് മഴ ചാറി വരുന്നുണ്ട്. മൊത്തയ്ക്ക് നല്ലൊരു മഴയോടെ കിട്ടിക്കഴിഞ്ഞാൽ പൊള്ളിയായിരിക്കും. വെതർ വേറെ ലെവലാകും കേട്ടോ വെതർ. ഇപ്പൊ തന്നെ ഒരു അടിപൊളി ക്ലൈമറ്റ് ആണ്, വലിയ ചൂടില്ല. അതുതന്നെ എന്താ പറയാ, നല്ല പച്ചപ്പ്. ഇടയ്ക്കത് പുഴ, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് കട്ടക്കാലി കുടിക്കും, വേറെ ലെവലാവും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ റാന്നിയിലോട്ട് എത്തിയിരിക്കുന്നു. റാന്നിയല്ലേ ഇത്? ഇരുമ്പുഴ റാന്നിയല്ല, ഇരുമ്പുഴ റാന്നി തന്നെയാണല്ലോ. റാന്നി അത്യാവശ്യം വലിയ ടൗൺ ഉണ്ടോ, നല്ലൊരു ടൗണാ. മഴ പെയ്യുന്നുണ്ട്, സൗണ്ട് ക്ലിയർ ആകാൻ പാടായിരിക്കും. ചക്കയൊക്കെ സ്റ്റിക്കാനിട്ടായിരിക്കും. നമ്മുടെ വീട്ടിലെ പറമ്പിലേക്ക് ഇഷ്ടം കൂടി ചക്ക കിടക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ റാന്നി ബസ് സ്റ്റാൻഡ് റൈറ്റ് സൈഡിലായിരുന്നു. നമ്മളത് പാസ് ചെയ്ത് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ ഏതൊരു വലിയ പാലം വരുന്നുണ്ടല്ലോ, ഈ പാലത്തിലൊക്കെ പേരൊക്കെ എഴുതി വെക്കുവാണെങ്കിൽ എന്താണ് പേരല്ലേ. വാ, മഴയത്ത് KSRTC വൈബ് കണ്ടേരുണ്ടായിരുന്നു. മൂവാറ്റുപുഴ നേരെ കുന്നുന്നം കൊണ്ടോ നേരെ തിരുവല്ല ലെഫ്റ്റ്. ഓക്കെ, അടിപൊളി അടിപൊളി. ദേവി അടുത്ത ടൗൺ. പെട്ടെന്ന് ടൗൺ അടുത്തുള്ളൂ. സ്ഥലപ്പേര് റാന്നി തന്നെ കേട്ടോ. റാന്നി മഴക്കാലത്ത് വേറെ ഓരോ രക്ഷയില്ല മാറ. മഴക്കാലത്തൊന്ന് ഇടുക്കി കയറാൻ പറ്റും. അതേ ഇതിലും അടിപൊളിയായിരിക്കും ഇടുക്കി മഴക്കാലത്ത്. റാന്നി അടിപൊളിയുണ്ടോ? നേരെ ഞാൻ പ്രാവശ്യം വന്നു. ചെറിയ വഴിയാണ്.
എനിക്ക് ഈ പച്ചപ്പ് കണ്ടാണ് സഹിക്കാൻ പറ്റാത്തത്. എന്റെ ദൈവമേ. ഇങ്ങനെ നമ്മൾ റാന്നി പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഫ്രണ്ടിൽ വലിയൊരു പള്ളി കാണാം. അടിപൊളിയായിട്ടുണ്ട് പള്ളി. നല്ല അടിപൊളി പച്ചപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ഒരു ഭയങ്കര പച്ചപ്പിന്റെ ഒരു ഒട്ടയ്ക്കാൻ പാടില്ല. എന്തായാലും ചെയ്ത് നോക്കണം. ഇരുണ്ടും കൂടി കിടക്കുന്നു. വീണ്ടും നമ്മൾ ടൗണൊക്കെ പിന്നിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചില സമയത്തുള്ളൂ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ വഴിക്ക് വരുമ്പോൾ രാത്രിയായി പോകും നമുക്ക് ഇങ്ങനെ ഒന്ന് ആസ്വദിച്ച് മുമ്പോട്ട് പോകാൻ പറ്റിയാലാണ്. നമ്മൾ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ കണ്ട് പോകുമ്പോഴുള്ളതിന് മടുപ്പുണ്ടാവില്ല. അതാണ് നമ്മൾ ഈ ഹിൽ ഏരിയയിലൊക്കെ, പ്രത്യേകിച്ച് മൂന്നാർ, ഇടുക്കിയുടെ കുറേ ഏരിയാസ്, പിന്നെ പത്തനംതിട്ട കുറച്ച് ഏരിയ, ഇങ്ങനത്തെ ഭയങ്കര അടിപൊളിയാണ്. കാരണം നമുക്ക് എത്ര കണ്ടാലും കണ്ണിന് ഒരു ക്ഷീണമാവില്ല. പച്ചപ്പ്, മഴ, കുറച്ച് ആൾക്കാര്, ബ്ലോക്കില്ലാതെ, വലിയ ഹോണടി ശബ്ദമൊന്നും ഇല്ലാതെ, വണ്ടിയുടെ ശല്യമില്ലാതെ മുമ്പോട്ട് പോകും. അടിപൊളിയാണ്, വേറെ രക്ഷയില്ല. നമ്മളിത് മഴ പ്രതീക്ഷിച്ച് വന്നിട്ടേ ഫുള്ള് വെയിലാട്ടോ. ചെറിയൊരു മഴ കിട്ടിയുള്ളൂ. ഞാൻ നല്ല മഴയാക്കി ഓർത്തോണ്ടിരുന്നു. പക്ഷേ വെയില് ഭയങ്കരമായിട്ട് രക്ഷയില്ല. വലിയ വെയിലോട്ടോ, അത് സമാധാനമുള്ള വെയിലാണ്. പ്ലാച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയോട്ടോ. പ്ലാച്ചേരി കണ്ടിട്ട് കൊതിയാകുന്നല്ലോ അധികമേ. പൊൻകുന്നം മണിമല നേരെ. എന്നാടാ ഇത്, വേറെ ലെവല് സ്ഥലം. ഒരു ട്രാവലറുകാരൻ കുറേ നേരമായി പുറകെ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ട് കറക്റ്റായി കയറി പോകട്ടെ. ഇപ്പോൾ വീണ്ടും നമ്മളൊരു പച്ചപ്പിലോട്ട് എൻട്രി ചെയ്തിരിക്കുന്നു. എക്സലന്റ് ഏരിയ ഗോസ്റോ. മഴയത്തെ ഐസ്ക്രീം കഴിക്കായിരുന്നു, പക്ഷെ പണിയാകും. ഫെൻസിങ് മേടിച്ചിട്ടൊന്നുമില്ല, കാടൊന്നുമല്ല തോന്നുന്നു കേട്ടോ. വേറെ എന്തെങ്കിലും ഇത് ഫോറസ്റ്റ് ഏരിയ തോന്നുന്നുണ്ടോ. വീണ്ടും ചെറിയൊരു വഴിയിലോട്ട് കയറി. ചെറുതല്ലോ, നല്ല റോഡാണ്. ഏതൊക്കെയോ വഴി കൂടി ഇങ്ങനെ പോകും. ഇതൊരു രസമാണോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്രോൾ മാത്രം തീർന്ന് പോയിരുന്നാൽ മതി, ബാക്കി എല്ലാവരും പോയി. റോഡല്ലേ ഓൾമോസ്റ്റ് അടിപൊളിയായിക്കൊണ്ട് നല്ല രസമാണ് യാത്ര ചെയ്യും. വലിയ ചാട്ടമില്ല, കുഴിയില്ല. എല്ലാ റോഡും ഇങ്ങനെ ആക്കണം കേട്ടോ. എൻ്റെ അഭിപ്രായം കേട്ടോ. മഴ പെയ്യോണ്ടേ ഇരിക്കും കേട്ടോ. അത് ആ സൗണ്ട് കേട്ടാൽ മാത്രം മതി നമുക്ക് അധികം പറയും വണ്ടിയിൽ. അതുപോലത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ. ഒരു വീടൊക്കെ കഴിച്ച് നല്ല കമ്പനി പാമ്പും ചൂട് കട്ടൻ കാപ്പി വേണമെങ്കിലും പഴംപൊരി ആവാം. എന്നിട്ട് കട്ടൻ കാപ്പി കൊടുത്ത് കയറിക്കിടന്ന് ഉറങ്ങുക. അതിൽ ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വലിയ റിച്ച് ഫുഡൊന്നും വേണ്ട. ഇച്ചിരി കഞ്ഞി,
നല്ല ചൂട് മഴക്കാലത്ത് നല്ല ചൂട് കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നല്ല ചൂട് ചോറോ അല്ലെങ്കിൽ ബിരിയാണിയോ അല്ലെങ്കിൽ മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പറക്കാം. ഈ പരിപാടി മഴക്കാലം ഫുള്ള് സർവൈവ് ചെയ്ത് സെറ്റായിട്ട് എനിക്കാണെങ്കിൽ ഓർത്തിട്ട് കൊതിയാവുന്നു. മഴക്കാലമാണല്ലോ, മഴക്കാലം തുടങ്ങിയിട്ടില്ല. സ്കൂൾ നടന്നല്ലോ. നേരത്തെയൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ ഉള്ള ആ മഴ ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. 1-ാം തീയതി ജൂൺ 1-നൊക്കെ നോർമൽ ഒരു രക്ഷയില്ലാത്ത മഴ പെയ്യുന്ന സമയമാണ് സാധാരണ. പുള്ളി ലെഫ്റ്റിലൂടെ വണ്ടി ഒതുക്കാൻ. ഈ പ്രാവശ്യം അത്രയൊന്നും മഴ കിട്ടിയിട്ടില്ല. എന്റെ പകുതിക്കുന്ന പോലും മഴ കിട്ടിയില്ല ഈ പ്രാവശ്യം. പാല റോഡ് ശ്രദ്ധിച്ചില്ല. അങ്ങനെ റോഡിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ. മഴക്കാലം നമ്മള് നല്ല വൈബുള്ള ഷാപ്പ് അതിലൂടെ പോകുന്നേ. എപ്പോഴൊരു ഷാപ്പ് എക്സ്പ്ലോർ ചെയ്യണം. അടിക്കുന്നതാണ് എന്നാലും ഇടക്കിടക്ക് കയറുന്നതാണ്, എന്നാലും കുഴപ്പമില്ല. ശക്തി
സമയത്ത് ജീപ്പിലൊക്കെ ആണെങ്കിൽ ഫുള്ള് നനഞ്ഞ് കുറച്ച് വെള്ളം അകത്തോടെ കയറി. ഓ, അത് വേറെ ഫീലിലോട്ട് പോയാലേ. ഉണ്ടല്ലോ ഇവിടെ. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഒരു ഫുള്ള് റബ്ബർ വെട്ടിപ്പോയ സ്ഥലം അത്രയും കാലിട്ടെടുക്കുന്നത്. ബിൽഡിംഗ് താർ ബോക്സ് 3 ഫ്രണ്ടിലല്ലേ. ചെറിയൊരു ടൗൺ, ചെറിയ കയ്യൂരി. എങ്ങനെ മഴയെല്ലാം മാറി നല്ല അടിപൊളിയൊരു ക്ലൈമറ്റിലൂടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ. കൊള്ളാം. നമ്മളങ്ങനെ ഏറ്റുമാൻ എത്താനായിക്കൊണ്ടിരിക്കുന്നു. അടുത്തതിന് അയർക്കത്തുനിന്ന് അധികമില്ല, ഏറ്റുമാൻ വളരെ അടുത്താണ്. നമ്മൾ മെയിൻ റോഡ് സ്കിപ്പ് ചെയ്തോട്ടോ ഇപ്രാവശ്യം. എല്ലാം ഉള്ളിക്കൂടെ കയറി തന്നെയാണ് പോകുന്നത്. കൈതച്ചക്കയുടെ വണ്ടി പണിക്കാരൊക്കെ ഉണ്ട്. കൈതച്ചക്ക നല്ല സീസണാണ്, നല്ല രീതിയിൽ ഉണ്ടാകത്തോട് തോന്നുന്നു. കൈതച്ചക്ക കോട്ടയത്തിന്റെ ഒരു വൈബിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഫ്രണ്ട് എപ്പം 2 വണ്ടി ഉണ്ടാവുമല്ലോ. നമ്മൾ ലെഫ്റ്റ് സൈഡ് ഫുള്ള് കൈതയുടെ തോട്ടമാണ്. ആക്സിഡന്റ് കേട്ടോ. എന്ത് പറ്റിയത് അവർക്കൊന്നും പറ്റിയില്ല എന്ന് തോന്നുന്നു. മഴക്കാലത്ത് എല്ലാവരും സേഫായിട്ട് തന്നെ വണ്ടി ഓടിക്കുക കേട്ടോ. മഴയാണ്, സ്കിഡ് ആകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. എല്ലാവരും സേഫായിട്ട് സെക്യൂർഡായിട്ടൊക്കെ വണ്ടി ഓടിക്കുക. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മളങ്ങനെ ഏറ്റുമാനൂർ എത്തിക്കൊണ്ടിരിക്കുന്നു. ജ്യേഷ്ഠം പോട്ടെ.
ഏറ്റുമാനൂർ ടൗണിലോട്ട് നമ്മൾ എൻട്രി ചെയ്യായി. സാധാരണ നല്ല ബ്ലോക്കുള്ള സ്ഥലമാണോ, ഇന്നെന്തോ വലിയ ബ്ലോക്കില്ല. അങ്ങനെ അടിപൊളിയായിട്ട് ഏറ്റുമാനൂർ പത്തനംതിട്ട ടു ഏറ്റുമാനൂർ ഏക്കാലും അടിപൊളിയായിട്ട് നമ്മുടെ ട്രിപ്പ് അടിപൊളിയായി. എനിക്ക് ഒരുപാട് സന്തോഷം. എന്ന് പറയും, ഒരു മഴ കാലം ഫുള്ളൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. ഏറ്റുമാനൂർ ഇവിടെ റൈറ്റ് സൈഡിലുണ്ട് ഏറ്റുമാനൂർ ടെമ്പിൾ ക്ഷേത്രം, ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രമാണ്. അപ്പോൾ ഈ മഴക്കാല യാത്ര എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു ബ്ലോഗോ കാര്യങ്ങളായിട്ടല്ല ഞാൻ ഇത് ചെയ്തത്. അപ്പം ഇതോട് കൂടിയിട്ട് ഏറ്റുമാനൂർ വെച്ച് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മളിപ്പോൾ ഏറ്റുമാനൂർ ടൗൺ ഇതിലോട്ട് എത്തി. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.